ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മെയ് 27 ബുധനാഴ്ചയാണ് പത്മിനി ഏകാദശി അഥവാ കമല ഏകാദശി വരുന്നത്. ഇപ്പോൾ പുരുഷോത്തമ മാസമാണ്. മെയ് 17 തുടങ്ങി ജൂൺ 15 അവസാനിക്കും. പുരുഷോത്തമ മാസത്തിനെക്കുറിച്ച് എവർക്കും അറിയാമായിരിക്കാം. ഇന്ത്യയിൽ സോളാർ കലണ്ടറും ലൂണാർ കലണ്ടറുമുണ്ട്. കേരളത്തിൽ സോളാർ കലണ്ടർ അനുസരിച്ചാണ്, അതായത് സൂര്യൻ സഞ്ചരിക്കുന്ന രാശിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മലയാള മാസം കണക്കാക്കുന്നത്. നോർത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ലൂണാർ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ചന്ദ്രൻ സഞ്ചരിക്കുന്ന രാശി അനുസരിച്ചാണ് കലണ്ടറിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സോളാർ കലണ്ടർ അനുസരിച്ച് ഒരു വർഷം 365 ദിവസങ്ങളാണുള്ളത്. ലൂണാർ കലണ്ടർ അനുസരിച്ച് 354 ദിവസങ്ങളെ വരുന്നുള്ളൂ. അപ്പോൾ 11 ദിവസത്തിൻ്റെ കുറവ് വരുന്നു. ഇത് പരിഹരിക്കാനായി 3 വർഷത്തിൽ ഒരിക്കൽ ഈ അധിക മാസം കലണ്ടറിൽ വരുന്നു. ഈ അധിക മാസത്തിന് സ്വന്തമായി ഒരു അധിപതിയായ ദേവത ഇല്ലാതെ വന്നപ്പോൾ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഈ മാസത്തെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഈ മാസത്തെ പുരുഷോത്തമ മാസമായി അറിയപ്പെടുന്നത്. ഈ മാസം ആത്മീയ സാധനകൾക്കും ദാനധർമാദികൾക്കും ഒക്കെ ഉത്തമമാണ്. സാധാരണ മാസങ്ങളേക്കാൾ 10 മടങ്ങ് ഫലമാണ് ഈ മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്കും നാമജപങ്ങൾക്കും പൂജകൾക്കും ഒക്കെ ലഭിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന മാസമാണിത്. അതുകൊണ്ട് വിശേഷിച്ച് വരുന്ന ഈ ഏകാദശി വ്രതം സാധിക്കുന്നവരൊക്കെ തന്നെ അനുഷ്ഠിക്കുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ട രീതികളൊക്കെ ഏവർക്കും അറിയാം. മനസ്സും ശരീരവും ശുദ്ധമാക്കി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രങ്ങളോ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്താൻ സാധിക്കുന്നവർക്ക് ദർശനം നടത്തി യഥാശക്തി വഴിപാട് നടത്തുക. നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം, നാരായണ കവചം, ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ഒക്കെ ധാരാളം ജപിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ആത്മീയവും ഭൗതികവുമായ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വളരെ വളരെ ഉത്തമമാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.